ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ കാണിക്കുന്നത്. അപ്പം എന്നും എനിക്ക് ഇത്രയും ഓർഡറൊന്നും കിട്ടാറില്ല. അപ്പോൾ ഒരു 5 കേക്കിൻ്റെ ഓർഡറോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഓർഡറും കൂടെ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയൊരു വ്ളോഗ് പോലെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വ്ളോഗ് എടുത്തത്. ഇത് എനിക്ക് സൺഡേ ഡെലിവറി ചെയ്യേണ്ട കേക്കായിരുന്നു എല്ലാം. അപ്പോൾ ആദ്യം 1-2 കേക്കൊക്കെ ഒരാഴ്ച മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം എനിക്ക് അടുപ്പിച്ച് ഇത്രയും കേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എല്ലാം സാറ്റർഡേ വൈകുന്നേരത്തേക്കൊക്കെ ആട്ടോ ബാക്കി കേക്കുകളെല്ലാം വിളിച്ച് പറഞ്ഞത്. അന്നേരം സാറ്റർഡേ രാവിലെ മുതൽ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. രാത്രി ഒരു 8 മണി വരെ കേക്കുകളെല്ലാം എനിക്ക് സൺഡേയിലും മൺഡേയിലും കൊടുക്കാനുള്ള കേക്കുകളെല്ലാം ഒരുമിച്ച് ഞാനങ്ങ് ബേക്ക് ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെ കേക്കുകളെല്ലാം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം വാനില സ്പഞ്ചിലാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10 മണിയോടുകൂടിയാണ് ഞാൻ നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് ക്രം കോഡിലോട്ട് തുടങ്ങിയത്. അപ്പം ആദ്യം വാനില കേക്കാട്ടോ വാനില കേക്ക് എടുത്ത് നമ്മൾ ക്രം കോട്ടും ചെയ്ത് ആദ്യം ക്രം കോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചെങ്കിൽ ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് വെച്ചാൽ നാളെ അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് കൊടുത്തു. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പിങ്ക് ഷെയ്ഡും കൂടെ നമ്മുടെ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്തത് മിൽക്കി നട്ട്സ് ആട്ടോ. മിൽക്കി നട്ട്സ് നല്ല സൂപ്പർ കേക്കാണ്, അടിപൊളി ഒരു കേക്കാണ്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് എനിക്ക് കിട്ടിയതിൽ ഒരു വാനില കേക്കും നട്ടി ബബിളും ചോക്ലേറ്റ് ഉണ്ട്, വാനില കേക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചോക്ലേറ്റുമായി വരുന്നു കേട്ടോ. അങ്ങനെ മിൽക്കി നട്ട്സും ഇതുപോലെ തന്നെ നമ്മൾ ക്രം കോട്ടും ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്ത് എടുക്കുമായിരുന്നു. അതിനുശേഷം ചെയ്തത് വാഞ്ചോ കേക്ക് ആട്ടോ. വാഞ്ചോ കേക്ക് ഞാൻ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്, കുറേ തവണ കാണിച്ചിട്ടുള്ള കേക്കാണ്. അപ്പം വാനില കേക്ക് നമ്മൾ നമ്മുടെ വാനില സ്പഞ്ചും അതേപോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ചും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. നല്ല അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. അപ്പം വാഞ്ചോ കേക്കും ഇതുപോലെ തന്നെ നമ്മുടെ ക്രം കോട്ടും ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുമായിരുന്നു കേട്ടോ. ആദ്യം കരുതിയത് കേക്കുകളെല്ലാം ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് ഓരോന്നായിട്ടെടുത്ത് ഫൈനൽ കോട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ സമയം കാര്യങ്ങളും എല്ലാം കൂടെ ആലോചിച്ചപ്പോഴത്തേന് അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല എന്ന് തോന്നിയിട്ടാട്ടോ ഞാൻ പിന്നെ ഫുള്ള് വർക്ക് ഓരോന്നായിട്ട് തീർത്ത് വെച്ചത്. കാര്യം ഞാൻ ഓരോ വർക്കായിട്ട് തീർത്തില്ല എങ്കിൽ പിറ്റേന്നത്തേക്ക് എനിക്ക് അത്രത്തോളം ജോലി കിട്ടും. കാര്യം ഞാനിപ്പോൾ വാനില സ്പഞ്ച് ആണെങ്കിലും ക്രം കോട്ട് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ പിറ്റേന്ന് ഞാൻ വീണ്ടും അത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാനും ഒക്കെ അത്രത്തോളം സമയം പോകുന്നുണ്ട്. കാര്യം കേക്ക് ഡെലിവറി ചെയ്യുന്നതും അതേപോലെ ബാക്കി ഇത് വർക്കെല്ലാം ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ 1-2 കേക്കുകളെന്ന് പറയുന്നത് നല്ല ദൂരം കൊടുക്കാനുള്ളതായിരുന്നു. ഒന്ന് അടൂർ കൊണ്ട് കൊടുക്കണമായിരുന്നു, ഒരെണ്ണം ഇവിടെ നമ്മുടെ ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ കൊടുക്കേണ്ട വേറെ 1-2 കേക്കുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മൾ മൊത്തത്തിൽ ടൈറ്റായി പോകും സമയം. അതുകൊണ്ട് ഞാൻ പിന്നെ എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെയ്ത് വെച്ച് ഫിനിഷ് ചെയ്ത് വെക്കുമായിരുന്നു ചെയ്തത്. പിന്നീട് എനിക്ക് പണി തന്ന കേക്കാട്ടോ ചോക്കോ പിസ്ത കേക്ക്. നല്ലൊരു കേക്കായിരുന്നു അത്. ഇനി വരുന്നുണ്ട്, ഞാൻ അന്നേരം കാണിക്കാം അതിൻ്റെ എന്ത് പണിയാണ് തന്നതെന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് ആട്ടോ ഞാൻ ചോക്ലേറ്റ് കേക്ക് ചെയ്തത്. ചോക്ലേറ്റ് കേക്ക് ക്രം കോട്ടും ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുമായിരുന്നു. അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ചെയ്തത്. ഇത്രത്തോളം ചെയ്തപ്പോഴത്തേന് തന്നെ ഒരു 2 മണിയോളമായി, രാത്രി 2 മണിയോളമായി ഇത്രത്തോളം ചെയ്തു വന്നപ്പോഴത്തേനും. അപ്പം എല്ലാം കൂടെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേന് സത്യം പറഞ്ഞ സമാധാനമായി. കാര്യം ബാക്കി ഇനി ഡിസൈനും കാര്യങ്ങളും മാത്രമേ ഉള്ളല്ലോ, ബാക്കി അത്രത്തോളം നമ്മുടെ ജോലി അത്രയും തീർന്ന് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ അത്രയും സമാധാനമായി. അങ്ങനെ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഫ്രിഡ്ജ് ഇത്രയും നിറഞ്ഞ് കേക്കുകൾ ഇരിക്കുന്നത്. സാധാരണ ഇത്രത്തോളം കേക്കുകളൊന്നും വരാറില്ല. പിന്നെ ബാക്കി എല്ലാം പിറ്റേന്ന് രാവിലെ ആട്ടോ ചെയ്തത്. എല്ലാം ചോക്ലേറ്റുമയമായിരുന്നു, ഫുള്ള് ഗനാഷ് കൊടുക്കേണ്ട കേക്കുകളായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് കേക്കിലും അതേപോലെ നമ്മുടെ ചോക്കോ പിസ്ത കേക്ക് ഞാൻ സൈഡിൽ മാത്രം കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നീട് നോക്കിയപ്പം ഒരു ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഫുള്ള് അങ്ങ് കവർ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് വാഞ്ചോ കേക്കായിരുന്നു. വാഞ്ചോ കേക്കും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ മിൽക്കി നട്ട്സ് ആയിരുന്നു കേട്ടോ. മിൽക്കി നട്ട്സിൻ്റെയും ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പണി തന്നതെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഡയലോഗ് എനിക്ക് കേക്കിനകത്ത് എഴുതാനുണ്ടായിരുന്നു. അത് കുറച്ചൊന്നും അല്ല, ഒരുപാട് ഉണ്ടായിരുന്നു എഴുതാൻ. അപ്പം എഴുതാൻ പറ്റുമോ എങ്ങനെയെങ്കിലും എഴുതണേന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. ഒത്തിരി സമയം എടുത്തിട്ടാണ് പതുക്കെ ഓരോ വാക്കും പതുക്കെ എണ്ണി ആട്ടോ എഴുതിയത്. കാര്യം എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലെറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം മുതൽ എഴുതേണ്ടി വരും. അതുകൊണ്ട് ആദ്യം മുതൽ എഴുതുന്നത് മാത്രമല്ല, ഇത്രത്തോളം മായ്ച്ച് കളഞ്ഞിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം സൂക്ഷ്മമായിട്ട് പതുക്കെയാണ് എഴുതിയത്. എന്തായാലും എഴുതി അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴത്തേനും എനിക്ക് സത്യത്തിൽ സന്തോഷം. ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അനസൂയായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ആശേച്ചിയായിരുന്നേ. ആശേച്ചി ഫ്രണ്ടിന് വേണ്ടിയിട്ട് തന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഡെലിവറി ചെയ്യേണ്ടത് 11 മണിക്കായിരുന്നു.
അപ്പം 11 മണിക്ക് ചോക്കോ പിസ്ത കേക്കും വാഞ്ചോ കേക്കും കൂടെ ഒരുമിച്ചാട്ടോ ഡെലിവറി ചെയ്തത്. അപ്പോൾ ഒരേ ടൈം പറഞ്ഞതുകൊണ്ട് എന്തായാലും ആ ഒരു ടൈമിലാട്ടോ രണ്ടും കൂടെ കൊണ്ടുപോയത്. അങ്ങനെ ആ 2 കേക്കുകളും ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ അടുത്ത കേക്ക് ഫൈനൽ വർക്കിലോട്ട് കടന്നത്. അത് മിൽക്കി നട്ട്സ് ആണ്. മിൽക്കി നട്ട്സ് എനിക്ക് വൈകുന്നേരത്തേക്ക് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം ചോക്ലേറ്റ് കേക്ക് എനിക്ക് 1 മണിക്ക് ഡെലിവറി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈം ഒരേ സൈഡിലോട്ടും കൂടാണ് പോവേണ്ടത്. അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചു, മിൻറ്റുവാണ് എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത്. വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് എപ്പോഴാണെങ്കിലും കൊണ്ട് തന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു ഈ 2 കേക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകായിരുന്നു കേട്ടോ. മിൽക്കി നട്ട്സിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒരു 51ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കായിരുന്നു. എപ്പോഴൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 51ാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ അടുത്ത കേക്ക് എനിക്ക് ബേസിൽ എന്ന ഓർഡറാണ്. ബേസിൽ എൻ്റെ എന്താ പറയുക, ഞാൻ തുടക്കകാലം മുതലേ ഉള്ളൊരു കസ്റ്റമർ ആട്ടോ. എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാം മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കേക്ക് ഡെലിവറി ചെയ്യേണ്ടത് അടൂരോട്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. രാവിലെ ടൈം മുതലേ നല്ല ചൂടായിരുന്നു. എനിക്ക് കേക്കിന് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ 2 കേക്കും ഡെലിവറി ചെയ്ത് വന്നതിന് ശേഷം ആട്ടോ ഞാൻ അടുത്ത വർക്കിലോട്ട് കടന്നത്. അടുത്ത വർക്ക് നട്ടി ബബിളായിരുന്നു. നട്ടി ബബിളും വാനില കേക്കും കൂടാണ് ഇനി ലാസ്റ്റ് ഡെലിവറി ചെയ്യാനുള്ളത്. നട്ടി ബബിൾ രാജേഷ് എന്ന ഓർഡറായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം ഫുള്ള് ഡെലിവറി ചെയ്യേണ്ട കേക്കുകളായിരുന്നു. അത് പിന്നെ 7 മണിയായപ്പോഴാട്ടോ വന്നെടുത്തത്. പിന്നെ ഉള്ളത് ബി ചേച്ചി എന്ന ഓർഡറായിരുന്നേ. അത് വാനില കേക്കായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ടോ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ആ ഡിസൈൻ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സത്യത്തിൽ സമാധാനമായി. കാര്യം എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കംപ്ലീറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാ കേക്കുകളും നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ചെയ്ത കേക്കുകളുടെ എല്ലാ ഫോട്ടോസും ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലുള്ള വേറെ നല്ല നല്ല വീഡിയോകളായിട്ടൊക്കെ കാണാം. അപ്പം ടാറ്റാ.